നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. വടക്കാഞ്ചേരി കല്ലൻപാറ ചെമ്പ്രംകോട്ടിൽ മോഹനനാണ് മരിച്ചത്. ലോറിക്കടിയിലേക്ക് മറിഞ്ഞു വീണ മോഹനന്റെ തലയിലൂടെ ലോറിയുടെ ചക്രം കയറിയിറങ്ങി. നാല് ദിവസങ്ങളിലായി എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ സ്കൂളിൽ നടന്നു വന്നിരുന്ന ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ല കലോത്സവത്തിന് സമാപനം. 550 പോയിന്റ് നേടി മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിന് കിരീടം. കലോത്സവത്തിന് സമഗ്ര കവറേജിന് CCTVക്ക് ആദരം. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസ് പ്രധാന പ്രതി അറസ്റ്റിൽ. നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷാണ് മുംബൈയിൽ നിന്ന് അറസ്റ്റിലായത്. നീണ്ട കാത്തിരിപ്പിന് വിരാമം. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള റോഡ് യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം വിട്ട് നൽകി ഉടമകൾ. റോഡ് പണി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് നഗരസഭ. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം നവംബർ 11 മുതൽ 14 വരെ എരുമപ്പെട്ടിയിൽ ഒരുക്കങ്ങളാകുന്നു. കലോത്സവത്തിന്റെ ലോഗോയുടെയും പ്രോഗ്രാം നോട്ടീസിന്റെയും പ്രകാശനം നടന്നു. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വടക്കാഞ്ചേരി കല്ലൻപാറ ചെമ്പ്രംകോട്ടിൽ മോഹനൻ ആണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ സെന്ററിന് സമീപം ഇന്നുച്ചയ്ക്ക് 12:45 അപകടമുണ്ടായത്. മുട്ടികളിൽ കട നടത്തുന്ന വ്യക്തിയാണ് മോഹനൻ. മകനുമായി ബൈക്കിൽ വടക്കാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന മോഹനന്റെ പുറകിൽ വന്നിരുന്ന ടോറസ് ടിപ്പർ ലോറി ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. ബൈക്കിനെ മറികടക്കാൻ ടോറസ് ലോറി ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ലോറിക്കടിയിലേക്ക് മറിഞ്ഞു വീണ മോഹനന്റെ തലയിലൂടെ ലോറിയുടെ ചക്രം കയറിയിറങ്ങി തൽക്ഷണം മരിച്ചു. മകൻ എതിർദിശയിലേക്ക് വീണതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം അല്ലമിൻ ആശുപത്രി ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം നവംബർ 11 മുതൽ 14 വരെ എരുമപ്പെട്ടിയിൽ നടക്കും. ഒരുക്കങ്ങളാകുന്നു. കലോത്സവത്തിന്റെ ലോഗോയുടെയും പ്രോഗ്രാം നോട്ടീസിന്റെയും പ്രകാശനം എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ S. ബസന്തലാൽ പ്രകാശന കർമ്മം നിർവഹിച്ചു. മറ്റം ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാ അധ്യാപകൻ ജോൺസൺ നമ്പഴിക്കാടാണ് ലോഗോ ഡിസൈൻ ചെയ്തത്. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, കലോത്സവം ജനറൽ കൺവീനർ ഷീബ ജോസ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സൈജു കൊളങ്ങാടൻ, പബ്ലിസിറ്റി കൺവീനർ ജീസൺ കാക്കശ്ശേരി, ഫിനാൻസ് കൺവീനർ ഷെറി ചെറുവത്തൂർ, എരുമപ്പെട്ടി സ്കൂൾ പ്രധാന അധ്യാപിക ബീന C. ജേക്കബ്, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 11-ാം തീയതി ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും. 12-ന് രാവിലെ 10 മണിക്ക് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. ഒന്നാം ഉപജില്ലാ കലോത്സവം നവംബർ മാസം 11, 12, 13, 14 തീയതികളിലായി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും അനുബന്ധ സ്കൂളുകളും സംയുക്തമായി നമ്മൾ ആരംഭിക്കുകയാണ്. വിവിധ തരത്തിലുള്ള കലാപരിപാടികൾക്ക് വേദികളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ എന്നുള്ളതാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത്. അത് വെച്ച് സമയം ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകാനാവും. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ, നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പ്രസിഡൻസി കോളേജ്, ഹോപ്പ് പബ്ലിക് സ്കൂൾ, സ്കൈ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് വേദികൾ ഒരുക്കിയിട്ടുള്ളത്. എരുമപ്പെട്ടി സെന്ററിലുള്ള ദുബായ് പാലസ് മണ്ഡപത്തിലാണ് ഭക്ഷണശാല. 7377 പാർട്ടിസിപ്പൻസ്, അതുപോലെ തന്നെ അവരുടെ കൂടെ 5 കുട്ടിക്ക് ഒരു എസ്കോർട്ടിംഗ് ടീച്ചർ എന്നുള്ള നിലക്കുള്ള അധ്യാപകർ, അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ
അതുപോലെ തന്നെ പത്രമാധ്യമ, അതുപോലെ തന്നെ അച്ചടക്കവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഹെൽത്ത്, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി, അതുപോലെ ബന്ധപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പ്രസിഡന്റ് നേതൃത്വത്തിൽ അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. 89 സ്കൂളുകളിൽ നിന്നായി 7377 വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. ഈ പരിസരത്തെ അച്ചടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അച്ചടക്കത്തിന് വേണ്ടി നമ്മുടെ സ്റ്റേഷൻ SHOന്റെ നേതൃത്വത്തിൽ കൂടുതൽ സ്റ്റാഫിനെ ഇറക്കിക്കൊണ്ട് വിവിധ വേദികളിലുള്ള പരിസരങ്ങളിലും അച്ചടക്കവും, അതുപോലെ പരിപാടിക്ക് പങ്കെടുക്കാൻ വരുന്ന കുട്ടികളുടെയും അതുപോലെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യാനുള്ള ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. കളിക്കുന്ന കുട്ടികൾക്ക്, എസ്കോർട്ടിംഗ് സ്റ്റാഫിന്, വോളണ്ടിയേഴ്സിന്, അതുപോലെ വിവിധ കമ്മിറ്റികൾക്ക് ഇവർക്കെല്ലാം ഭക്ഷണം ക്രമീകരിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിനുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവിധ കമ്മിറ്റികൾ അറിയിച്ചിട്ടുള്ളത്. 39 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷം ആരംഭിച്ച ഗോത്ര കലകളിലും ഇത്തവണ മത്സരമുണ്ടാകും. കലാമേള പതിവ് പോലെ സമഗ്രമായി CCTV സംപ്രേഷണം ചെയ്യും. ഇതിനായി പ്രത്യേക സ്റ്റുഡിയോയും സജ്ജീകരിക്കും. യൂട്യൂബ് ചാനലിലൂടെയും തത്സമയ സംപ്രേഷണം ഉണ്ടാകും. പന്നിത്തടത്ത് വീണ്ടും അപകടം. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് പന്നിത്തടം സെന്ററിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറും കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന താർ ജീപ്പും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. താർ ജീപ്പ് റോഡിൽ മറഞ്ഞു. പരിക്കേറ്റ യാത്രക്കാരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്ക് സാരമുള്ളതല്ല. എരുമപ്പെട്ടി പോലീസും പഴയന്നൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും തമ്മിൽ സംഗമിക്കുന്ന സെന്ററായ പന്നിത്തടത്ത് അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധയുമാണ് വീണ്ടും അപകടത്തിന് ഇടയാക്കുന്നത്. 4 ഭാഗങ്ങളിലും റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കലാകിരീടം LFന്. നാല് ദിവസങ്ങളിലായി എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ സ്കൂളിൽ നടന്നു വന്നിരുന്ന ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി. 6 പ്രധാന വേദികളിലായി അരങ്ങേറിയ മത്സരങ്ങളിൽ 6000-ലധികം വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത്. 114 സ്കൂളുകളിൽ നിന്നായി 326 ഇനങ്ങളിലായിരുന്നു മത്സരം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ കലാകിരീടം നിലനിർത്തി. 550 പോയിന്റോടെയാണ് നേട്ടം. ആദ്യ ദിവസം മുതൽ പോയിന്റ് നിലയിൽ മുന്നിലായിരുന്ന ശ്രീകൃഷ്ണ സ്കൂളിന്റെ വെല്ലുവിളി മറികടന്നാണ് LF കിരീടം സ്വന്തമാക്കിയത്. CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും കലാമേള സമഗ്രമായി തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. CCTV വീണ്ടും അംഗീകാരത്തിന്റെ നിറവിൽ. കലോത്സവത്തിന്റെ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം CCTVക്ക് ലഭിച്ചു. സബ് കളക്ടർ അഖിൽ വി മേനോനിൽ നിന്ന് ന്യൂസ് ഡയറക്ടർ KC ജോസ്, ചാനൽ ലൈവ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ പ്രമോദ് VK, കോർഡിനേറ്ററും ഡയറക്ടർ ബോർഡ് മെമ്പറുമായ അബ്ദുൾ സമദ്, CCTV മാനേജർ സിൻഡോ ജോസ് എന്നിവർ ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. OSA ഭാരവാഹികളായ സമീർ കല്ലായിൽ, ഷാഫി എടക്കഴിയൂർ, ഹംസ മാസ്റ്റർ, ജലീൽ കരിയേടത്ത് എന്നിവർ സംബന്ധിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി എടക്കഴിയൂർ സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്നിരുന്ന കലോത്സവത്തിന്റെ വിശേഷങ്ങൾ തത്സമയ സംപ്രേഷണത്തിലൂടെ ഇടതടവില്ലാതെ പ്രേക്ഷകരിലേക്ക് CCTV എത്തിച്ചിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ഉപജില്ലാ കലാകായിക മേളകൾ, കലാസാംസ്കാരിക പരിപാടികൾ, ഉത്സവാഘോഷങ്ങൾ എന്നിവയെല്ലാം CCTV തത്സമയം പൂർണ്ണ ദൃശ്യചാരുതയോടെ സംപ്രേഷണം ചെയ്തുവരുന്നുണ്ട്. CCTVയുടെ സേവനങ്ങളെ പരിഗണിച്ചാണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉപഹാരം നൽകി ആദരിച്ചത്. CCTV സ്റ്റുഡിയോയിൽ വെച്ചാണ് സമാപന ചടങ്ങിൽ സബ് കളക്ടർ അഖിൽ മേനോൻ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ചാവക്കാട് വന്ന് നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികളുടെ വളരെ നൈസർഗികമായിട്ടുള്ള ശേഷിയെല്ലാം നമ്മൾ പരിപോഷിപ്പിക്കുന്ന, വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇവൻ്റാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ അത് വളരെ നന്നായിട്ട് തന്നെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ ഒരു ഫെസ്റ്റീവ് മൂഡാണ്. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് തീർത്തും പരാതികളില്ലാതെ കഴിഞ്ഞു പോയി. നല്ല കാര്യം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് എത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. ഓക്കെ.
ശരി സാർ. കലോത്സവ മാമാങ്കത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുമ്പോഴും വാശിക്കൊട്ടും കുറവുണ്ടായിരുന്നില്ല. അവസാന ദിനത്തിൽ മത്സരങ്ങൾ ആരംഭിച്ചപ്പോൾ കലോത്സവ വേദിയാകെ മാർഗം കളിയുടെ താളമാണ് നിറഞ്ഞു കേട്ടത്. കലോത്സവ വേദിയിലെ ഗ്ലാമർ ഇനമായ ഹൈസ്കൂൾ വിഭാഗം മാർഗം കളിയിൽ മമ്മിയൂർ LF ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കാലങ്ങളായി കണ്ടും കേട്ടും പരിചിതമായ താളചലനങ്ങളാണെങ്കിലും സദസ്സിൽ കാണികൾക്ക് കുറവുണ്ടായില്ല. ചടുലമായ നൃത്തച്ചൂടുകളും ഇമ്പമാർന്ന വരികളും കണ്ണിനും കാതിനും ആനന്ദം പകർന്നു. മക്കളും എന്റെ നല്ല വഴിക്ക് നടപ്പവരെ കലോത്സവ വാർത്തകൾ ഈ ബുള്ളറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രധാന പ്രതി അറസ്റ്റിലായി. നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷാണ് മുംബൈയിൽ നിന്ന് അറസ്റ്റിലായത്. ഒക്ടോബർ 10-നാണ് മുസ്തഫയെ കർണംകോട്ട് ബസാറിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലിശക്കാരുടെ ഭീഷണി മൂലമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന കുറിപ്പും ഉണ്ടായിരുന്നു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പ്രഗിലേഷ്, ദിവേഹ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇരുവരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നുവെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല. പ്രഗിലേഷിന്റെ വീട് അടഞ്ഞു കിടന്നിരുന്നതിനാൽ കോടതിയുടെ അനുമതി വാങ്ങി പൂട്ടു തകർത്താണ് റെയ്ഡ് നടത്തിയത്. പ്രഗിലേഷും ദിവേഗും മുസ്തഫയെ വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിച്ചതായും പരാതിയുണ്ടായിരുന്നു. 6 ലക്ഷം കടമെടുത്തതിന് 40 ലക്ഷത്തോളം തിരിച്ചടച്ചുവെന്നും ഭൂമി എഴുതി വാങ്ങിയെന്നും മുസ്തഫ കത്തെഴുതി വച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രഗിലേഷിനെ 1ാം പ്രതിയാക്കി ടെമ്പിൾ പോലീസ് കേസെടുത്തതോടെ പ്രഗിലേഷും കുടുംബവും ഒളിവിൽ പോകുകയായിരുന്നു. മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്ത ശേഷം ഇവർ കാറിൽ കറങ്ങുകയായിരുന്നു. CCTV ദൃശ്യത്തിൽ ഇത് വ്യക്തമാകുകയായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് മുംബൈയിലെത്തിയപ്പോൾ പിന്തുടർന്നെത്തിയ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തി മുംബൈയിലെ കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെയും കൊണ്ട് പോലീസ് ഗുരുവായൂരിലേക്ക് തിരിച്ചു. ചാവക്കാട് പൊന്നാനി ദേശീയപാത മന്ദലാകുന്ന സെന്ററിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. ബസ് സ്റ്റോപ്പിൽ നിർത്തിയ KSRTC ബസ്സിന് പുറകിൽ അമിത വേഗതയിൽ വന്ന മറ്റൊരു KSRTC ബസ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ അകലാട് നബവി, എടക്കഴിയൂർ ലൈഫ് കെയർ, അകലാട് VKR ആംബുലൻസുകളിൽ ചാവക്കാട്ട് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ കോഴിക്കോട് സ്വദേശിനിയെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. നീണ്ട കാത്തിരിപ്പിന് വിരാമം. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള റോഡ് യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം വിട്ടു നൽകി ഉടമകളുടെ മാതൃക. റോഡ് പണി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് നഗരസഭ. 10 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കുന്നംകുളം നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും വടക്കുഭാഗത്തേക്കുള്ള റോഡ് യാഥാർത്ഥ്യമാകുന്നു. TK കൃഷ്ണൻ റോഡിലേക്കെത്തുന്ന പുതിയ റോഡ് സാക്ഷാത്കരിക്കാൻ നഗരസഭയിലെത്തി സ്ഥലമുടമകൾ ഭൂമിയുടെ ആധാരം കൈമാറി. ഇതോടെ റോഡ് പണി വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമമുണ്ടാകുമെന്ന് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ പറഞ്ഞു. കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ് നാടിന്റെ നന്മയ്ക്കായി ഉടമകൾ വിട്ടുനൽകിയത്. കുന്നംകുളത്തെ പഴയ കച്ചവടക്കാരായ കുന്നത്തെ അങ്ങാടി ചെമ്മണ്ണൂർ വീട്ടിൽ CC ജോബ്, മാത്യു സക്കറിയ, വർഗീസ് സക്കറിയ എന്നീ സഹോദരങ്ങളാണ് നഗരസഭയുടെ പ്രധാന പദ്ധതിക്ക് സ്ഥലം നൽകിയത്. 9.85 സെന്റ് സ്ഥലത്തിന്റെ ആധാരമാണ് CC ജോബ്, മാത്യു സക്കറിയ, വർഗീസ് സക്കറിയ എന്നിവരും കുടുംബാംഗങ്ങളും ചേർന്ന് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ആധാരം കൈമാറിയത്. ചടങ്ങിൽ ഉടമകളെ നഗരസഭ ആദരിച്ചു. വികസന പ്രവർത്തനങ്ങൾ ജനകീയമാക്കുന്നതിൽ ഏറെ നേട്ടങ്ങൾ കൊയ്ത നഗരസഭാ ഭരണസമിതി പടിയിറങ്ങുമ്പോൾ മറ്റൊരു പൊൻതൂവൽ കൂടിയായി ബസ് സ്റ്റാൻഡിൽ നിന്നുമുള്ള പുതിയ റോഡെന്ന സ്വപ്നം. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും TK കൃഷ്ണൻ റോഡിലേക്ക് എത്തുന്ന റോഡിന്റെ ആവശ്യം ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായപ്പോൾ മുതൽ ശക്തമായിരുന്നു. നഗരസഭാ ഭരണസമിതി അതിനുവേണ്ടി നിരന്തരം പ്രയത്നിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ മികച്ച ബസ് സ്റ്റേഷനുകളിലൊന്നായ കുന്നംകുളത്തെ ബസ് സ്റ്റാൻഡിലേക്ക് ദിവസേന വന്നെത്തുന്ന ആയിരക്കണക്കിന് ബസ്സുകൾക്കും യാത്രക്കാർക്കും ഒന്നിൽ കൂടുതൽ വഴികൾ വേണമെന്നത് ഭരണസമിതി പ്രധാന അജണ്ടയാക്കി പ്രവർത്തിക്കുകയും ചെയ്തു. സ്ഥലം ലഭിച്ചതോടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും 77 മീറ്റർ നീളത്തിലുള്ള റോഡ് വേഗത്തിൽ പൂർത്തിയാക്കും. ഇതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാകും. കൂടുതൽ വികസന സാധ്യതകൾക്കും ഇതോടെ വഴിതെളിയും. പൊതുജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായതും കേരളത്തിലെ തന്നെ മികച്ച ബസ് സ്റ്റാൻഡുമാണ് കുന്നംകുളത്തെ EK നായനാർ സ്മാരക ബസ് സ്റ്റാൻഡ്. ഇവിടുത്തെ ഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതിനും നാടിന്റെ നന്മയ്ക്കു വേണ്ടിയുമാണ് ഞങ്ങൾ ഈ ഉദ്യമത്തിന് തയ്യാറാകുന്നതെന്ന്
ആധാരം കൈമാറിയ മൂത്ത സഹോദരൻ CC ജോബ് പറഞ്ഞു. മുനിസിപ്പാലിറ്റിയുടെ നഗരസഭയുടെ വികസന പൊതുജനത്തിൻ്റെ ആവശ്യത്തിനായി പൊതുജനങ്ങളിൽ നടക്കുന്ന കാര്യത്തിനായ ഫ്രീ ആയിട്ട് മുനിസിപ്പാലിറ്റി വിട്ടുകൊടുത്തു കഴിയുന്ന ഇനി തുടർ നടപടിയിൽ മുനിസിപ്പാലിറ്റിക്ക് ആവശ്യമായ എല്ലാ സഹകരണത്തിനും നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ആധാരം കൈമാറുന്ന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, വാർഡ് കൗൺസിലർ മിനി മോൺസി, മറ്റ് കൗൺസിലർമാർ, സെക്രട്ടറി KK മനോജ്, AXC ബിനയ് ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു. യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലിശ്ശേരി പെരുമണ്ണൂർ പനക്കൽ ജനസന്റെ മകൻ 23 വയസ്സുള്ള ജിസനെയാണ് വെള്ളിയാഴ്ച രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിസന്റെ മാതാപിതാക്കൾ നീലേശ്വരത്തുള്ള ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അമ്മാമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കാത്തതിനാൽ അടുത്ത വീട്ടിലെ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. ഉടൻ പെരുമ്പ്ലാവിലെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ജിസൻ. സിജിലിയാണ് മാതാവ്. ഡീക്കൻ ജോഹാൻ സഹോദരനാണ്. ചാലിശ്ശേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. CPM പണ്ടാറക്കാട് ബ്രാഞ്ച് സെക്രട്ടറിയും DYFI എളവള്ളി മേഖലാ പ്രസിഡന്റുമായിരുന്ന MK വിജിത്തിന്റെ നിര്യാണത്തിൽ CPM എളവള്ളി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം നടത്തി. പണ്ടാറക്കാട് നടന്ന അനുസ്മരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത്, CPI മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം ഷാജി കാക്കശ്ശേരി, TC മോഹനൻ, കോൺഗ്രസ് നേതാവ് NK സുലൈമാൻ, CPM എളവള്ളി ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ PA ഷൈൻ, BR സന്തോഷ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം മരിച്ച വിജിത്തിന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്രയിലും അനുസ്മരണ യോഗത്തിലും നൂറുകണക്കിന് പേർ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്ത് LDF ഭരണസമിതിയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ കടങ്ങോട് മണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മണ്ടംപറമ്പിൽ നിന്ന് ആരംഭിച്ച ദുർഭരണ വിമോചന ജാഥ DCC സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ മണ്ഡലം പ്രസിഡന്റ് ഷറഫ് പന്നിത്തടം അധ്യക്ഷനായി. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പതാക കൈമാറി. കടങ്ങോട് പഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലൂടെയും സഞ്ചരിച്ച് വൈകിട്ട് പന്നിത്തടം സെന്ററിൽ സമാപിച്ചു. സമാപന സമ്മേളനം കടങ്ങോട് മൾട്ടിപർപ്പസ് സംഘം പ്രസിഡന്റ് PV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. UDF കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവൻ ചാത്തനാത്ത്, യാവുട്ടി ചെറുമനങ്ങാട്, സലാം വലിയകത്ത്, OS വാസുദേവൻ, PK രാമകൃഷ്ണൻ, MH നൌഷാദ്, PK വിനയൻ, രഞ്ജു താരു, കടങ്ങോട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സൈബുനീസ ഷറഫു, ദീപ രാമചന്ദ്രൻ, TK സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ഏകാദശി ശബരിമല സീസണ് മുന്നോടിയായി ഉത്തരേന്ത്യൻ നാടോടി സംഘമെത്തി. റെയിൽവേ മേൽപ്പാലത്തിന് താഴെ തമ്പടിച്ചു. നാട്ടുകാരിൽ പ്രതിഷേധം ശക്തം. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 2 സംഘങ്ങളിലായി 20ഓളം പേരാണുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെത്തുമെന്നാണ് ഇവർ പറയുന്നത്. സീസൺ സമയത്ത് വർഷങ്ങളായി 100ഓളം വരുന്ന സംഘമാണ് ഗുരുവായൂരിൽ എത്താറുള്ളത്. ചെറുതും വലുതുമായ ചെണ്ടകളും അനുബന്ധ സാമഗ്രികളും നിർമ്മിച്ച് നടന്ന് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. ഇവർ ഭക്ഷണം പാചകം ചെയ്യുന്നതും മലമൂത്ര വിസർജനം നടത്തുന്നതും മേൽപ്പാലത്തിന് താഴെയാണ്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കഴിയുന്നതിനാൽ ഇത്തരം സംഘം പകർച്ചവ്യാധി ഭീഷണി ഉയർത്താറുണ്ട്. അതുകൊണ്ടുതന്നെ ഇത്തരം സംഘങ്ങൾക്കെതിരെ നാട്ടുകാർക്കിടയിൽ വ്യാപക പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ദിവസം നഗരസഭ വിളിച്ചു ചേർത്ത ശബരിമല സീസൺ മുന്നൊരുക്ക യോഗത്തിൽ നാടോടി സംഘങ്ങളെ മേൽപ്പാലത്തിന് താഴെ തമ്പടിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു. ഇതെല്ലാം മറികടന്നാണ് നാടോടി സംഘം തമ്പടിച്ചിരിക്കുന്നത്. ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെ ഒഴിപ്പിക്കുന്നത് നാട്ടുകാർക്കും നഗരസഭയ്ക്കും തലവേദനയാകുമെന്നാണ് ആശങ്ക. പോർക്കുളം പഞ്ചായത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ സഞ്ചരിക്കുന്ന കണ്ണ് പരിശോധനാ യൂണിറ്റും പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്യാമ്പിൽ 100ഓളം പേർ പരിശോധന നടത്തി. രോഗനിർണയം നടത്തിയവർക്ക് പ്രാഥമിക മരുന്ന് വിതരണവും നടത്തി. ശസ്ത്രക്രിയ ആവശ്യം വരുന്നവരെ തീയതി നിശ്ചയിച്ച് ജില്ലാ കേന്ദ്രത്തിൽ ഓപ്പറേഷൻ നടത്തുന്നതായിരിക്കും. ക്യാമ്പിൽ മൊബൈൽ യൂണിറ്റിലെ ഡോക്ടർ NB ഹിമ, ഓഫ്താൽമോളജി വിഭാഗത്തിലെ ഷീന, രേഷ്മ എന്നിവർ പരിശോധന നടത്തി. പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ പിങ്കി പോൾ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CS ബാബു, ആശാ വർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വീണ്ടും കലോത്സവ വാർത്തകളിലേക്ക്. സമാപന ദിനത്തിൽ തിരുവാതിരയുടെ താളത്തിലലിഞ്ഞ് കലോത്സവ വേദി. സംഗീതവും നൃത്തവും സമന്വയിച്ച ജനപ്രിയ കലാരൂപം ആസ്വദിക്കുവാൻ നിറഞ്ഞ സദസ്സാണ് ഉണ്ടായിരുന്നത്.
കൈതപ്പൂ മണമെന്തേ ചഞ്ചലാക്ഷി പാട്ടിന്റെ ഈണത്തിൽ വേദി ഒന്നിൽ സെറ്റുമുണ്ടുടുത്ത് മങ്കമാർ അണിഞ്ഞൊരുങ്ങിയെത്തി. താളത്തിൽ ചുവടുവെച്ചു. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളി മത്സരങ്ങൾ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഒത്തൊരുമിച്ച് ഒട്ടും ആർഭാടമില്ലാതെ ചമയത്തിലും ചുവടിലും തന്മയത്വത്തോടെ മങ്കമാർ ഓരോരുത്തരും ആടിക്കളിച്ചു. പിഴയ്ക്കാത്ത താളവും നിറഞ്ഞ പുഞ്ചിരിയുമായി മത്സരാർത്ഥികൾ കാണികളുടെ മനം കവർന്നു. തോടക്കാർ വർണ്ണനും ഗോപിമാരും ഗോകളമേച്ചു നടക്കുന്നേരം കോടക്കാർ വർണ്ണനും ഗോപിമാരും ഗോകളമേച്ചു നടക്കുന്നേരം നാളിക നേത്രൻ യമുനതം തീരത്തണഞ്ഞു ഗോപിമാർ നാടകൾ വാരി ആലിൻകൊമ്പിൽ ചാലകൾ തൂകി. UP ഹൈസ്കൂൾ വിഭാഗം തിരുവാതിര മത്സരത്തിൽ മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗം മലപ്പുലയാട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടി ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിലേക്ക്. മലപ്പുലയൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ അവതരിപ്പിക്കുന്ന ഗോത്രകലയായ ഈ ഇനത്തിൽ ഇത്തവണ ഹൈസ്കൂൾ വിഭാഗത്തിൽ 2 ടീമുകൾ മാത്രമാണ് മത്സരിച്ചത്. മികച്ച പ്രകടനത്തോടുകൂടിയാണ് ശ്രീകൃഷ്ണ ഒന്നാമതെത്തിയത്. First to A grade. Thank you. വേദ, പവിത്ര, അഭിനന്ദ്, ആരോമൽ, അതുൽ കൃഷ്ണ, അനിരുദ്ധ കൃഷ്ണ. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇനി ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ഒരുക്കപ്പാടിലാണ് അല്ലേ? അതെ, സംസ്ഥാനത്തേക്ക് പോകും എന്ന് ഉറപ്പില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊരു 2 സ്റ്റെപ്പ് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേജിൽ ഒന്ന് കാണിക്കാൻ പറ്റും അല്ലേ? ഒന്ന് കാണിക്കാം. കലോത്സവ നഗരിയിൽ ഡെപ്പോ സ്റ്റാർ കറങ്ങുന്ന തുണിയിൽ കൗതുകം തീർത്ത് കൊച്ചുമിടുക്കൻ. പല കാഴ്ചകളും കാണാറുണ്ട്. അതിൽ ചില കാഴ്ചകൾ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടി കലാകാരനെ ഞാൻ കണ്ടു. അപ്പോൾ നമ്മുടെ രോഹിത്താണ് ആ സ്റ്റാർ. എന്താണ് രോഹിത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് രോഹിത് കാണിക്കും. എന്താണ് രോഹിത് ആദ്യം അതൊന്ന് കാണിച്ചേ? യൂറോപ്പിലെയും ഏഷ്യയിലെയും ഫെസ്റ്റിവലുകളിലും തെരുവു പ്രകടനങ്ങളിലും ഡെപ്പോ സ്റ്റാർ ഒരു സ്ഥിരം കാഴ്ചയായി മാറിക്കഴിഞ്ഞു. ഇങ്ങ് കൊച്ചു കേരളത്തിലും അതിന്റെ അലയൊലികളുണ്ട് എന്ന് കാണിക്കുകയാണ് ചാവക്കാട് ഉപജില്ലാ കലോത്സവ വേദിയിലെ ഒരു 7ാം ക്ലാസ്സുകാരൻ. പലപ്പോഴും നമ്മൾ അറിയാതെ പോയ ഒട്ടേറെ വിസ്മയങ്ങളുണ്ട്. അത്തരത്തിൽ ലോകമെമ്പാടും ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോ ആർട്സ് ഉപകരണമാണ് ഡെപ്പോ സ്റ്റാർ. കനമുള്ള തുണി കൊണ്ട് നിർമ്മിക്കുന്ന നക്ഷത്രാകൃതിയിലുള്ള ഈ ഉപകരണം കറക്കിയാണ് കാണികളെ കയ്യിലെടുക്കുന്നത്. ഈ വിദ്യ കൊണ്ട് കലോത്സവ വേദികളിൽ കൗതുകം തീർക്കുകയാണ് രോഹിത് എന്ന കൊച്ചുമിടുക്കൻ. സാധാരണയായി 8 കോണുകളോടെ രൂപകൽപ്പന ചെയ്ത പ്രത്യേക ഭാരമുള്ള തുണി കൊണ്ടാണ് ഡെപ്പോ സ്റ്റാർ നിർമ്മിക്കുന്നത്. എടക്കഴിയൂർ RPMM UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ രോഹിത് വീടിനടുത്തുള്ള മുതിർന്ന കുട്ടികൾ ചെയ്യുന്നത് തനിയെ കണ്ടു പഠിച്ചതാണ് ഈ വിദ്യ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഹൃദ്യസ്ഥമാക്കിയ സൂത്രപ്പണി കൊണ്ട് വിസ്മയം തീർത്ത കൊച്ചുമിടുക്കന് നല്ല കയ്യടിയും ലഭിച്ചു. താണ്ഡവ പ്രധാനമായ ചുവടുകൾ വെച്ച് വേദിയെ ഇളക്കിമറിച്ച് ചവിട്ട് നാടകം. കണ്ണഞ്ചിപ്പിക്കുന്നതും ഭംഗിയും മേന്മയും നിറഞ്ഞ വസ്ത്രധാരണത്തോടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ 3 ടീമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1 സ്കൂളുമാണ് ചവിട്ട് നാടകത്തിൽ മത്സരിച്ചത്. പ്രകടനങ്ങളിൽ പോരായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ മമ്മിയൂർ LF സ്കൂൾ മുന്നിലെത്തി. വീരകുമാർ ചരിത്രം, നെപ്പോളിയൻ ചരിത്രം, ഗീവർഗീസ് ചരിത്രം, ദാവീദ് വിജയം എന്നീ ചവിട്ട് നാടകങ്ങൾ ധീരോദാത്തരായ വീരസേനാനികളുടെ ജയങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രകടനമായിരുന്നു. ജോയ്സൺ, ഷൈജു, ലതിക എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ജില്ലാ കലോത്സവത്തിലേക്ക് പോകുവാനായിട്ട് അർഹത നേടിയ ചെസ് നമ്പർ 1
മറ്റു വാർത്തകൾ. തൃശൂർ രാമവർമ്മപുരത്തുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ കടന്ന ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും അടക്കം 3 ലക്ഷത്തിലധികം രൂപ വില വരുന്ന വസ്തുക്കൾ മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിലായി. തമിഴ്നാട് വെല്ലൂരിലെ രാജ്കോവിൽ സ്വദേശിയായ സുകുമാരനെയാണ് വിയ്യൂർ പോലീസ് അതിവിദഗ്ധമായി പിടികൂടിയത്. സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെയും മോഷണ മുതലുകളും തമിഴ്നാട്ടിലെ വെല്ലൂരിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. മറ്റു മോഷണങ്ങളുമായി ബന്ധപ്പെട്ട 50ഓളം മൊബൈലുകളും മൊബൈൽ ഡിസ്പ്ലേ ഉൾപ്പെട്ട ഭാഗങ്ങളും ലാപ്ടോപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ നഗരസഭയുടെ 12ാം വാർഡിൽ പ്രവർത്തനം ആരംഭിച്ച 71 നമ്പർ അംഗൻവാടി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജ സുധൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AM ഷഫീർ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷൻ AS മനോജ്, കൗൺസിലർമാരായ മുനീറ അഷ്റഫ്, സിന്ധു ഉണ്ണി, ബിബിത മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. നഗരമധ്യത്തിലെ GUP സ്കൂളിൽ പ്രവർത്തിച്ചുവരുന്ന അംഗൻവാടിയാണ് 12ാം വാർഡിലേക്ക് മാറ്റിയത്. സ്കൂളിന്റെ നവീകരണ പ്രവർത്തികൾക്കായി കെട്ടിടം പൊളിച്ചപ്പോൾ അംഗൻവാടിയുടെ പ്രവർത്തനം നിലച്ചിരുന്നു. അംഗൻവാടി പുതിയ സ്ഥലത്തേക്ക് മാറ്റണമെന്നും നിലനിർത്തണമെന്നും ആവശ്യം ഉയർന്നു തുടർന്നാണ് അംഗൻവാടി ഇല്ലാതിരുന്ന 12ാം വാർഡിലേക്ക് മാറ്റുവാൻ കൗൺസിൽ തീരുമാനിച്ചത്. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി പോലീസ് വിളക്ക് തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ACP C പ്രേമാനന്ദകൃഷ്ണൻ അറിയിച്ചു. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചതിരിഞ്ഞും കാഴ്ചശീവേലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടാകും. മേളത്തിന് കക്കാട് രാജപ്പന്മാരാർ നേതൃത്വം നൽകും. രാവിലെ 9:30 നടപ്പന്തലിൽ മേളമുണ്ടാകും. സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പനമണ്ണ ശശി, കക്കാട് അതുൽ എന്നിവരുടെ ഡബിൾ തായമ്പക അരങ്ങേറും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10:30 മുതൽ പോലീസ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ ആരംഭിക്കും. വൈകിട്ട് 5:30 സാംസ്കാരിക സായാഹ്നം സംസ്ഥാന പോലീസ് മേധാവി റവാഡ A ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. ADGPമാരായ S ശ്രീജിത്ത്, P വിജയൻ എന്നിവർ മുഖ്യാതിഥികളാകും. മുൻ തൃശൂർ പോലീസ് സൂപ്രണ്ട് RK ജയരാജ് അധ്യക്ഷനാകും. സംസ്ഥാനത്തെയും ജില്ലയിലെയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിളക്കിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിൽ എത്തുമെന്ന് ഗുരുവായൂർ സബ് ഡിവിഷനിലെ ഇൻസ്പെക്ടർമാരായ G അജയകുമാർ, K സതീഷ് കുമാർ, TP ഫർഷാദ്, MK രമേഷ് കുമാർ, VV വിമൽ എന്നിവർ അറിയിച്ചു. വായനശാലകൾ ജനകീയ സേവന കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരുമുപ്പെട്ടി പഞ്ചായത്ത് വായനശാലകൾക്ക് കമ്പ്യൂട്ടർ, പ്രിന്റർ, സ്കാനർ എന്നിവ നൽകി. 5 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി 6 വായനശാലകൾക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. നെല്ലുവായ് ഗ്രാമീണ വായനശാലയിൽ നടന്ന കൈമാറ്റ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK കേശവൻ അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ MK ജോസ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് NB ബിജു, വായനശാല സെക്രട്ടറി അജു നെല്ലുവായ്, KN ഉണ്ണികൃഷ്ണൻ, പ്രദീപ് നമ്പീശൻ, സുഭാസ് കാവുങ്ങൽ, സ്മിത രമേശ്, പ്രീത മാവേലിമന തുടങ്ങിയവർ പങ്കെടുത്തു. കേരളീയം 2025 കേരളപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വാരാചരണ പ്രവർത്തനങ്ങളുടെ സമാപനവും പൊതുപ്രവർത്തകൻ ലബീബ് ഹസനെ ആദരിക്കലും സംഘടിപ്പിച്ചു. ആർത്താറ്റ് സെന്റ് ലൂസിയ ചിൽഡ്രൻസ് ഹോമിൽ നടന്ന പരിപാടി തൃശൂർ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് നിമ്മി ബിനോയ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. കേരളപ്പിറവി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകൃതി സംരക്ഷണ സംഘം ജില്ലയിലെ മികച്ച പൊതുപ്രവർത്തകനായി തെരഞ്ഞെടുത്ത കുന്നംകുളം നഗരസഭാ കൗൺസിലർ ലബീബ് ഹസനെ മൊമന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു. ക്വിസ് മത്സര വിജയികളായ വിദ്യാർത്ഥിനികൾക്ക് മൊമന്റോയും വൃക്ഷത്തൈകളും സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് സമ്മാനിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം, ഡെന്നി പുലിക്കോട്ടിൽ, CK അപ്പുമോൻ, ഷമീർ ഇഞ്ചിക്കാലയിൽ, സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് N, ജില്ലാ കമ്മിറ്റി അംഗം ബിജു ജോൺ പുലിക്കോട്ടിൽ, സിസ്റ്റർ ഷാനി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി സ്വാഗതവും M മനീഷ നന്ദിയും പറഞ്ഞു. പഴഞ്ഞി മാർത്തോമ ഇമ്മാനുവൽ പള്ളിക്ക് കീഴിലുള്ള മാർത്തോമ LP സ്കൂളിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. 120ഓളം വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ പഴമ ഒട്ടും നഷ്ടപ്പെടാതെയാണ് നവീകരിച്ചത്. സ്കൂൾ മാനേജറും പള്ളി വികാരിയുമായ ഫാദർ അനു ഉമ്മച്ചൻ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയും നാഷണൽ ഹോക്കി താരവുമായ മെബിൻ K ബിജോയെ ആദരിച്ചു. പള്ളി ട്രസ്റ്റി ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ, സ്കൂൾ ഹെഡ്മാസ്റ്റർ ലൈനു, കുഞ്ഞുത്താണ്ട ടീച്ചർ, PTA പ്രസിഡന്റ് അനൂപ് എന്നിവർ സംസാരിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം ശീതകാല പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കാബേജ്, കോളിഫ്ലവർ തൈകളാണ് നൽകിയത്. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ പദ്ധതി വിശദീകരണം നടത്തി.
അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ ഷോൺസൺ ആക്കമറ്റത്തിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 14, 15, 16 തീയതികളിലായാണ് തിരുനാൾ ആഘോഷം. 14-ാം തീയതി വെള്ളിയാഴ്ച 6-ന് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. തുടർന്ന് ഇടവക ദിന കലാപരിപാടികളുണ്ടാകും. ശനിയാഴ്ച കാലത്ത് 6:30-ന് കൂടുതുറക്കൽ ശുശ്രൂഷ നടക്കും. ഫാദർ ബിനേഷ് മാങ്കൂട്ടത്തിൽ കാർമ്മികനാകും. കുർബാനയ്ക്ക് ശേഷം അമ്പുകൾ യൂണിറ്റുകളിലേക്ക് പുറപ്പെടും. ഉച്ചതിരിഞ്ഞ് ലതീഞ്ഞും നൊവേന നേർച്ച വിതരണവും ഉണ്ടാകും. വൈകിട്ട് നിശ്ചയിക്കപ്പെട്ട സമയങ്ങൾ പാലിച്ച് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അമ്പ് വള എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ സമാപിക്കും. രാത്രി 11-ന് വർണ്ണമഴ ഉണ്ടാകും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30-ന് ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡോൺ ഡൊമിനിക് കാർമ്മികനാകും. ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ടോണി വാഴപ്പള്ളി സഹകാർമ്മികനാകും. ഭക്തി നിർഭരമായ പ്രദക്ഷിണം അങ്ങാടി കുരിശുപള്ളിയിലേക്ക് പോയി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ വെടിക്കെട്ടുണ്ടാകും. വൈകിട്ട് 4-ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ക്ലബ്ബുകളുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. 7 മണിക്ക് പള്ളി നടയിൽ എഴുന്നള്ളിപ്പുകൾ സമാപിക്കും. ആനകളോടുകൂടി കൂട്ടെഴുന്നള്ളിപ്പും വെടിക്കെട്ടും തുടർന്ന് ലക്ഷ്മണരേഖ എന്ന നാടകത്തിന്റെ അവതരണവും ഉണ്ടാകും. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളായ 5 കുടുംബങ്ങൾക്ക് വഴിയില്ലാത്ത ഭൂമി വാങ്ങി നൽകി ഫണ്ട് തട്ടിയെടുത്തെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ ഏകദിന ഉപവാസം നടത്തി. BJP തൈക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലാ ബസാറിൽ നടന്ന ഉപവാസ സമരം SC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സബീഷ് മുണ്ടന്തറ അധ്യക്ഷത വഹിച്ചു. MR വിശ്വൻ, ബിജു പട്ടിയാമ്പുള്ളി, ശരത്ത് ചക്കംകണ്ടം, സുരേഷ് വിളക്കാട്ടുപാടം, MM സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം എറണാകുളം മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവൻ ഉദ്ഘാടനം ചെയ്തു. ഈ പാവപ്പെട്ട പട്ടികജാതിക്കാരെ വഞ്ചിക്കുന്ന നിലപാട്, ആ നിലപാടെടുത്തുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ നാട്ടിൽ വികസനം വരണം, ഈ നാട്ടിൽ പുരോഗതി ഉണ്ടാവണം, അഴിമതിരഹിതമായ ഭരണം ഉണ്ടാവണം. ആ ഭരണം ഉണ്ടാകണമെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കും. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ 10കാരുടെ വക വിളക്കാഘോഷിച്ചു. രാവിലെയും ഉച്ചതിരിഞ്ഞും നടന്ന കാഴ്ചശീവേലിക്ക് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. സന്ധ്യയ്ക്ക് ഗുരുവായൂർ കൃഷ്ണപ്രസാദ്, വിഘ്നേഷ് പൂങ്കുന്നം എന്നിവരുടെ ഡബിൾ തായമ്പക ഉണ്ടായിരുന്നു. മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികൾ അരങ്ങേറി. രാത്രി കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അരങ്ങിലെത്തിയ ദക്ഷയാഗം കഥകളിയുമുണ്ടായിരുന്നു. വിളക്കാഘോഷത്തിൻ്റെ 8ാം ദിവസമായ നാളെ ചാവക്കാട് സബ് കോടതി വക വിളക്കാഘോഷമാണ്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വിളക്കാഘോഷമാണിത്. സമ്പൂർണ്ണ നെയ്വിളക്കായാണ് വിളക്കാഘോഷിക്കുന്നത്. രാവിലെ കാഴ്ചശീവേലിക്ക് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. വൈകിട്ട് 4-ന് കാഴ്ചശീവേലിക്ക് കക്കാട് രാജപ്പന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറും. രാവിലെ 10:30-ന് കിഴക്കേ നടപ്പുരയിൽ കക്കാട് രാജപ്പന്മാരാരുടെ പാണ്ടിമേളവും സന്ധ്യയ്ക്ക് ചെറുതാഴം വിഷ്ണുരാജ്, കക്കാട് അതുൽ കെ മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പകയുമുണ്ടാകും. മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 6:30 മുതൽ കലാപരിപാടികൾ ആരംഭിക്കും. രാത്രി ചുറ്റുവിളക്ക് തെളിയിക്കാൻ ഹൈക്കോടതി ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ ഗുരുവായൂരിലെത്തും. കുന്നംകുളം ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രം റോഡ് നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, സെക്രട്ടറി KK മനോജ്, ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് കരുണ പ്രസാദ്, പ്രസിഡന്റ് പ്രഭാകരൻ ഏറത്ത്, ക്ഷേത്രം ഊരാളൻ ശശീധര രാജ, മുൻ കൗൺസിലർ സലീം കീഴൂർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭ 6 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രം റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയുടെ 125ാം ശിലാസ്ഥാപന പെരുന്നാളിന് കൊടിയേറി. നവംബർ 13, 14 തീയതികളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷം. വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി കൊടിയേറ്റം നിർവഹിച്ചു. ഇടവകാംഗങ്ങളായ ഫാദർ ജയേഷ് ജേക്കബ് പുലിക്കോട്ടിൽ, ഫാദർ വികാസ് വടക്കൻ എന്നിവർ സംബന്ധിച്ചു. പള്ളി ട്രസ്റ്റി സോജൻ KJ, സെക്രട്ടറി അരുൺ T രാജൻ, ജോയിന്റ് സെക്രട്ടറി K ജിജോ ജോർജ് എന്നിവർ അടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി. പെങ്ങാമുക്ക് പഴയ പള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിനെ കൊടിയേറി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അസിസ്റ്റന്റ് വികാരി ഫാദർ ബഹനാം നിക്സൺ കൊടിയേറ്റം നടത്തി. വികാരി ഫാദർ ജോൺ പുലിക്കോട്ടിൽ, ട്രസ്റ്റി എഡ്വിൻ, ജിജോ P സൈമൺ, സെക്രട്ടറി റോഷ് C താവു, പെരുന്നാൾ കമ്മിറ്റി കൺവീനർ C പ്രവീൺ ജോബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നവംബർ 13, 14 തീയതികളിലായിട്ടാണ് പെങ്ങാമുക്ക് പള്ളി പെരുന്നാൾ ആഘോഷം.
നടൻ അൽതാഫ് സലീമും അനാർക്കലി മരിക്കാറും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം ഇന്നസെന്റ് തിയേറ്ററുകളിലെത്തി. ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളുടെ ഭാഗമായി നടത്തുന്ന മെഗാ കൈകൊട്ടിക്കളി കുന്നംകുളത്തും നടന്നു. പ്രേക്ഷക ശ്രദ്ധ നേടിയ മന്ദാകിനിക്ക് ശേഷം അൽതാഫ് സലീമും അനാർക്കലി മരിക്കാറും ഒരുമിക്കുന്ന ചിത്രമാണ് ഇന്നസെന്റ്. ചിത്രത്തിന്റെ റിലീസ് ദിനത്തിൽ 120 തിയേറ്ററുകളിൽ ഒരേ സമയം അണിയറ പ്രവർത്തകർ കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചു. ഇതുവഴി ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടാനാണ് ഇന്നസെന്റ് ടീം ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി കുന്നംകുളം ഭാവന തിയേറ്ററിൽ ഐനൂർ നർത്തന ടീമിന്റെ കൈകൊട്ടിക്കളി അരങ്ങേറി. മിമിക്രി കലാകാരൻ കലാഭവൻ ബാദുഷ നേതൃത്വം നൽകി. AKD എലമെന്റ്സ് ഓഫ് സിനിമ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ M. ശ്രീരാജ് നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സതീഷ് തൻവിയാണ്. ജി മാർത്താണ്ഡൻ, അജയ് വാസുദേവ്, ഡിക്സൺ പെടുത്താസ്, നജ്മുദ്ദീൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ. ഇന്നസെന്റ് എന്ന സിനിമയുടെ അതായത് ഉപ്പുമുളകും കോമഡി ഉത്സവം എന്നീ പ്രോഗ്രാമിന്റെ റൈറ്ററായ സതീഷ് സംവിധാനം ചെയ്യുന്ന ഇന്നസെന്റ് എന്ന മൂവിയുടെ ഒരു റെക്കോർഡാണ് ബുക്ക് ഓഫ് റെക്കോർഡ്. അത് നമ്മളെ നർത്തന ഐനൂർ ടീം ഇന്ന് കുന്നംകുളത്ത് അത് നേടിയിരിക്കുകയാണ്. അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് 140 തിയേറ്ററിൽ 1000-ഓളം ടീമുകളാണ് ഇന്ന് അവിടെ ചുവടുവെക്കുന്നത്. ഷിഹാബ് കരുനാഗപ്പള്ളിയുടെ കഥയ്ക്ക് ഷിഹാബും സർജി വിജയനും സതീഷ് തൻവിയും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത്. ഛായാഗ്രഹണം നിഖിൽ S. പ്രവീൺ, എഡിറ്റർ റിയാസ് K. ബദർ, സംഗീതം ജയ്സ്റ്റലാർ, ഗാനരചന വിനായക് ശശികുമാർ തുടങ്ങിയവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ജോമൻ ജ്യോതിർ, അസീസ് നെടുമങ്ങാട്, മിഥുൻ, നോബി, അന്ന പ്രസാദ്, ലക്ഷ്മി സഞ്ജു, വിനീത് തട്ടിൽ, അശ്വിൻ വിജയൻ, ഉണ്ണിലാലു തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നുണ്ട്. SDPI കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി. പെരുമ്പിലാവ് അറക്കൽ സ്കൂളിൽ നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ നിർവഹിച്ചു. പഞ്ചായത്ത് വടക്കുമുറി 2-ാം വാർഡിൽ NK ഉബൈദ്, വട്ടമാവ് 4-ാം വാർഡിൽ ഹസീന ഇസ്ഹാഖ്, 15-ാം വാർഡ് പെരുമ്പിലാവിൽ സദറുദ്ദീൻ തങ്ങൾ, 9-ാം വാർഡ് മണിയറക്കോട് AS അദ്നാൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് തിപ്പലശ്ശേരി ഡിവിഷനിൽ നിന്ന് റസാഖ് ആലുങ്ങൽ എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CK ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് VS അബൂബക്കർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് സൈഫുദ്ദീൻ തങ്ങൾ സ്ഥാനാർത്ഥികളെ ഹാരാർപ്പണം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഷെരീഫ് ആലുങ്ങൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഫൈസി കടവല്ലൂർ നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,155 രൂപ, സ്വർണം പവന് 89,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 160 രൂപ. ചർമ്മം കുന്നംകുളം അയ്യപ്പത്ത് റോഡ് കോലഞ്ചേരി ചാർലി നിര്യാതനായി 73 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. LC ഭാര്യയും അലക്സ്, അനൂജ്, അനഗ എന്നിവർ മക്കളുമാണ്. മരത്തങ്കോട് കിടങ്ങൂർ കോലാടി പണിയിൽ കുഞ്ഞുമോൻ ഭാര്യ അജിത നിര്യാതയായി 53 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. പുതുശ്ശേരി തെക്കൂട്ട് നാരായണൻ നായർ നിര്യാതനായ 76 വയസ്സായിരുന്നു. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. ഇന്ദിര ഭാര്യയും സന്ദീപ് മകനുമാണ്. പാലുവായി മാറൂക്കി ആൻഡ്രൂസ് ഫ്രാൻസിസ് നിര്യാതനായി 78 വയസ്സായിരുന്നു. സംസ്കാരം പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നടന്നു. ആലീസ് ഭാര്യയും ഡോക്ടർ ഷെബി ഫ്രാൻസിസ്, ഷെറി ഫ്രാൻസിസ് എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി മുരിങ്ങത്തേരി പുത്തൻമഠം അപ്പുട്ടി സ്വാമിയുടെ ഭാര്യ അനന്തമ്പാൾ മുംബൈയിൽ നിര്യാതയായി 79 വയസ്സായിരുന്നു. സന്തോഷ്, വിദ്യ, സന്ധ്യ എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. പെലക്കാട്ട് പയ്യൂർ ചൂണ്ടപുരയ്ക്കൽ മോഹനൻ ഭാര്യ സതീദേവി നിര്യാതയായി. ദിലീപ് മകനാണ്. സംസ്കാരം നടത്തി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. വടക്കാഞ്ചേരി കല്ലൻപാറ ചെമ്പ്രംകൂട്ടിൽ മോഹനനാണ് മരിച്ചത്. ലോറിക്കടിയിലേക്ക് മറിഞ്ഞു വീണ മോഹനന്റെ തലയിലൂടെ ലോറിയുടെ ചക്രം കയറിയിറങ്ങി.
4 ദിവസങ്ങളിലായി എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ സ്കൂളിൽ നടന്നു വന്നിരുന്ന ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് സമാപനം. 550 പോയിന്റ് നേടി മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിന് കിരീടം. കലോത്സവത്തിൽ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം CCTVക്ക്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസ് പ്രധാന പ്രതി അറസ്റ്റിൽ. നെന്മനി തൈവളപ്പിൽ പ്രഗിലേഷാണ് മുംബൈയിൽ നിന്ന് അറസ്റ്റിലായത്. നീണ്ട കാത്തിരിപ്പിന് വിരാമം. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള റോഡ് യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം വിട്ടു നൽകിയ ഉടമകൾ. റോഡ് പണി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് നഗരസഭ. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം നവംബർ 11 മുതൽ 14 വരെ ഇരുമുപ്പെട്ടിയിൽ ഒരുക്കങ്ങളാകുന്നു. കലോത്സവത്തിന്റെ ലോഗോയുടെയും പ്രോഗ്രാം നോട്ടീസിന്റെയും പ്രകാശനം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.